മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിന് ഇ.ഡി. സമൻസ് അയച്ചത് ലാവ്ലിൻ കേസിൽ 2020 ഇ.ഡി. രജിസ്റ്റർ ചെയ്ത കേസിലാണ് സമൻസ് അയച്ചത്. വിദ്യാഭ്യാസ ആവശ്യത്തിന് ലാവ്ലിൻ കമ്പനിയുടെ പണം കൈപ്പറ്റി എന്ന മൊഴിയിലാണ് നോട്ടീസ് അയച്ചത്. അതേസമയം വിവേകിന് സമൻസ് ലഭിച്ചത് CPIM ജനറൽ സെക്രട്ടറി M.A. ബേബി സ്ഥിരീകരിച്ചതിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് അതൃപ്തിയുണ്ട് എന്നാണ് വിവരം. റാഫി കരീം വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. റാഫി, നേരത്തെ ഇത് ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ടാണ് എന്നാണ് പൊതുവെ കരുതിയിരുന്നെങ്കിലും പക്ഷേ അങ്ങനെയല്ല. അതിൽ കൂടുതൽ വ്യക്തത വരുന്ന ഘട്ടത്തിൽ ഇത് ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇതിന്റെ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നതിനിടയിൽ ലഭ്യമായൊരു മൊഴിക്ക് പിന്നാലെയാണ് ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് ഇ.ഡി. കടന്നത് എന്ന് മനസ്സിലാക്കുന്നത്. എന്താണ് ഇ.ഡി. അന്വേഷിക്കാൻ ശ്രമിച്ചത്? കൂടുതൽ വ്യക്തത വരുമ്പോൾ മനസ്സിലാവുന്നത് എന്താണ് റാഫി? അർജിത്, തീർച്ചയായും ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് ഇ.ഡി. നടത്തിയ അന്വേഷണത്തിലാണ് മുഖ്യമന്ത്രിയുടെ മകന് നോട്ടീസ് നൽകുന്ന സാഹചര്യം ഉണ്ടായത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം 2020 ഇ.ഡി. ഒരു ECIR രജിസ്റ്റർ ചെയ്യുകയും ആ ECIRന്റെ അടിസ്ഥാനത്തിൽ പലരിൽ നിന്നും മൊഴികൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു. പല ആളുകളെയും ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുകയും പല രേഖകൾ പരിശോധിക്കുകയും ചെയ്തു. അങ്ങനെ പരിശോധിച്ച രേഖകളിൽ നിന്നും ഒപ്പം തന്നെ ശേഖരിച്ച മൊഴിയിൽ നിന്നും ഈ മുഖ്യമന്ത്രിയുടെ മകന്റെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് UK-യിൽ ചില സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നും ആ സാമ്പത്തിക ഇടപാടുകളിൽ ലാവ്ലിന്റെ മുൻ ഡയറക്ടർ ദിലീപ് രാഹുലിന് പങ്കുണ്ടെന്നും കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടിയാണ് മുഖ്യമന്ത്രിയുടെ മകന് ഇ.ഡി. നോട്ടീസ് നൽകിയത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ മകൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ നോട്ടീസ് കൈപ്പറ്റിയിരുന്നില്ല, നോട്ടീസ് മടക്കുകയായിരുന്നു. പിന്നീട് ഇതിന്റെ തുടർ അന്വേഷണത്തിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നുമില്ല. 2020 ഇതുമായി ബന്ധപ്പെട്ട് ECIR രജിസ്റ്റർ ചെയ്യുന്നത്. 2023 ഇത്തരത്തിലൊരു നോട്ടീസ് നൽകുകയും ചെയ്തത്. പിന്നീട് ഈ അന്വേഷണം മുന്നോട്ട് പോകാത്തൊരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ മകന് ഇത്തരത്തിലൊരു നോട്ടീസ് നൽകുന്ന സാഹചര്യം ഉണ്ടായത്. തുടർ അന്വേഷണം ഏത് രീതിയിലായിരുന്നു എന്നുള്ളതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. വിദേശത്തായതുകൊണ്ടാണ് ഈ നോട്ടീസ് മുഖ്യമന്ത്രിയുടെ മകൻ കൈപ്പറ്റാതിരുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഇ.ഡി. നോട്ടീസ് നൽകിയതായോ മറ്റു വിവരങ്ങളുമില്ല. ഒരു നോട്ടീസ് മാത്രമാണ് നൽകിയത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വിവരം. നേരത്തെ തന്നെ ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് CBI അന്വേഷണം നടത്തി 2009 CBI കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ഈ കുറ്റപത്രത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ഉൾപ്പെടുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ വിടുതൽ ഹർജി നൽകുകയും അതിൽ നിന്ന് കുറ്റവിമുക്തനാക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ മറ്റ് തുടർ കോടതി നടപടികൾ ഇപ്പോൾ സുപ്രീം കോടതിയിൽ തുടരുകയാണ്. ഇതിനിടയിലാണ് 2020 കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തുന്നത്. PMLA ആക്ടുമായി ബന്ധപ്പെട്ട ലംഘനങ്ങൾ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതുമായി ബന്ധപ്പെട്ട ECIR രജിസ്റ്റർ ചെയ്യുന്നതും അന്വേഷണത്തിലേക്ക് കടന്നതും. റാഫി, സമൻസ് അയച്ചു എന്നതിനപ്പുറത്തേക്ക് പിന്നീട് ഇ.ഡിയുടെ ഭാഗത്തു നിന്ന് നടപടികളൊന്നും ഉണ്ടായില്ല. അതാണ് ഇപ്പോൾ പ്രതിപക്ഷവും ചൂണ്ടിക്കാട്ടുന്നത്. പാർട്ടി ഇത് മറച്ചുവെച്ചു, ഇ.ഡി. ഇത് മറച്ചുവെച്ചു. അതെന്തിന് എന്നുള്ള ചോദ്യം പ്രതിപക്ഷം ഉയർത്തി. അതൊരു വലിയ രാഷ്ട്രീയ വിവാദമായി വളരുന്നുണ്ടല്ലോ റാഫി. തീർച്ചയായും ഈ ദിലീപ് രാഹുലിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് ദിലീപ് രാഹുലൻ വഴി ലാവ്ലിൻ കമ്പനി തന്നെ മുഖ്യമന്ത്രിയുടെ മകന്റെ UK-യിലെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പണം മുടക്കി എന്നുള്ളതായിരുന്നു ഇ.ഡിക്ക് മുൻപിലെത്തിയ പ്രധാനപ്പെട്ട വിവരം. ഈ ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ മകനെ തന്നെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ഇ.ഡി. തീരുമാനിച്ചത്. അങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ മകന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 2023 നോട്ടീസ് നൽകുന്നതും. എന്നാൽ ഈ നോട്ടീസ് നൽകുന്ന സമയം ഈ മകൻ ഈ ഇന്ത്യയിൽ ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതോടുകൂടി ഈ നോട്ടീസിന് ഒരു മറുപടി പോലും നൽകാതെ നോട്ടീസ് മടക്കുകയായിരുന്നു. എന്നാൽ 2023 ശേഷം പിന്നീട് നോട്ടീസ് നൽകുകയോ ഏതെങ്കിലും തരത്തിൽ വിളിച്ചു വരുത്തുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത്തരത്തിൽ വലിയൊരു കണ്ടെത്തലുള്ളപ്പോൾ PMLA ആക്ടിലടക്കം ലംഘനങ്ങൾ നടന്നു എന്നുള്ള വിവരം ഇ.ഡിക്ക് മുന്നിലെത്തുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ECIR 2020 രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ ECIR രജിസ്റ്റർ ചെയ്ത് 5 വർഷം പിന്നിടുമ്പോൾ 2023 ഒരു നോട്ടീസ് നൽകുക മാത്രമാണ് ഇ.ഡിയുടെ ഭാഗത്തുണ്ടായിരുന്ന നീക്കം. പിന്നീട് ഒരു തരത്തിലുമുള്ള നടപടികളും ഇ.ഡി. അന്വേഷിക്കുകയോ മറ്റു കാര്യങ്ങൾ മുന്നോട്ട് പോവുകയോ ചെയ്തില്ല എന്നുള്ളതാണ് നിലവിൽ പുറത്തു വരുന്ന വിവരം. ഒരു നോട്ടീസ് മാത്രം നൽകി ആ നടപടിക്രമങ്ങൾ എങ്ങനെ അവസാനിപ്പിച്ചു എന്നുള്ളതിലാണ് ഇപ്പോൾ രാഷ്ട്രീയമായുള്ള ആരോപണങ്ങൾ ഉയരുന്നത്. ഈ തുടർ നീക്കങ്ങളിലേക്ക് ഇ.ഡി. എന്തുകൊണ്ട് കടന്നില്ല എന്നുള്ള ചോദ്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ നിലവിൽ ലാവ്ലിൻ കേസിന്റെ ഒരു സാഹചര്യമുണ്ട്. സുപ്രീം കോടതിയിൽ കേസ് വർഷങ്ങളായി നീണ്ടുപോകുന്ന ഒരു സാഹചര്യം. റാഫി കരീം വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.